സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ ദേവകി അമ്മൂമ്മ അടുത്ത തലമുറകളിലേക്ക് പകരുന്നത് മുത്തശ്ശി കഥകൾ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രകൃതിയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം ബോധ്യപ്പെടുത്തുന്ന ഒരു ജീവിത സമർപ്പണമായിരുന്നു. വനമില്ലാത്ത ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു സ്വകാര്യ വനത്തെ സമ്മാനിച്ച ദേവകിയമ്മയെ തേടി ഇത്തവണ പത്മശ്രീ എത്തി. ഇത്തരം വ്യക്തികളിലേക്ക് അംഗീകാരങ്ങൾ എത്തുമ്പോൾ ഈ അംഗീകാരത്തിന് കൂടിയാണ്, ഈ പുരസ്കാരത്തിന് കൂടിയാണ് മാറ്റുകൂടുന്നത്. നമുക്ക് കാണാം ആ പച്ചപ്പിൻ്റെ വിശേഷങ്ങൾ. പ്രകൃതിയുടെ പച്ചപ്പിനെ ആവുംവിധം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അടുത്ത തലമുറയിലേക്ക് സ്നേഹവാത്സല്യത്തോടെ കൈമാറാൻ ഒരു ശ്രമം. 92 വയസ്സുള്ള ദേവകി അമ്മയുടെ 40 വർഷം നീണ്ട സമർപ്പണത്തെ ചുരുങ്ങിയ വാക്കിൽ ഇങ്ങനെ അടയാളപ്പെടുത്താം. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ദേവകി അമ്മയുടെ തപോവനം എന്ന വനത്തിൽ 3000-ലധികം ഔഷധസസ്യങ്ങളും വൻമരങ്ങളും പരിപാലിക്കപ്പെടുന്നു. ഏകദേശം 43 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കാർ അപകടമാണ് കാർഷിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ദേവകിയമ്മയെ പുതിയ നിയോഗത്തിലേക്ക് എത്തിച്ചത്. അപ്പം എനിക്ക് നടക്കാൻ വയ്യാതെ ആയി. 2 വർഷം ആശുപത്രി വീടുമായിട്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ അന്നിവിടെ ഈ കൃഷികളാണല്ലോ, അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം വേസ്റ്റായിട്ട് കിടക്കുക. കളവെന്നും പറഞ്ഞ് കച്ചി വിരിക്കാനും നെല്ലുണക്കാനും അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി കിടക്കുകയായിരുന്നു. 2 വർഷം ഞാൻ വീട്ടിലും ആശുപത്രിയുമായിട്ട് കിടപ്പായിട്ടിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പെയ്യനെ ഇരിക്കാനും ഒക്കെ തുടങ്ങിയപ്പം ഞങ്ങളുടെ വെച്ചാരാധന തന്നെ ഒരു ഉത്പാദനം തന്ന പോലെ ഇങ്ങിരുന്നായിരുന്നു പോത്തില്ലോ, എന്തെങ്കിലും ചെയ്യരുതോ, ഇവിടെയൊക്കെ കിടക്കുന്നില്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്യരുതോ എന്ന് എനിക്ക് മാനസികമായിട്ട് അവരെ ഒരു ഇത് തന്ന പോലെ തോന്നിച്ചു. അങ്ങനെ ഞാൻ ഓരോന്ന് ആദ്യം കുരിയാലയുടെ ചുറ്റും തന്നെ വെച്ചിട്ട് കൊച്ചു പാത്രത്തിൽ പെയിൻറ്റിൻ്റെ കൊച്ചു വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് കിളിച്ചു. നമ്മളാരായാലും എന്തെങ്കിലും നമ്മൾ വെക്കുന്നു ഒന്ന് കിളിക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും, മാനസികമായിട്ട് സന്തോഷമില്ല. അങ്ങനെ ഓരോന്ന് വെച്ചു. ഞാനിപ്പോൾ നടക്കാനും വെക്കാനും തുടങ്ങിയപ്പം മക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും പിന്നെ മരുമക്കളും എല്ലാവരും ഓരോന്ന് കൊണ്ട് തന്നു അമ്മയ്ക്കയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് നട്ടു, നനച്ചു, വെള്ളം കോരി വളർത്തി. വനമാവണമെന്നൊന്നും ആഗ്രഹിച്ചതേ അല്ല, ഇതൊന്നും തന്നെ ആഗ്രഹിച്ചതല്ല, എല്ലാ ഈശ്വരാനുഗ്രഹം. അല്ലാതെ ഞാൻ പറയും, ഞാൻ അറിഞ്ഞോ അറിയാതെയോ അമ്മയെ സേവിച്ചു, നമ്മുടെ എല്ലാ അമ്മയായ ഭൂമി ദേവിയെ സേവിച്ച് അതിന് തന്ന പ്രതിഫലം. ആദ്യമൊക്കെ ചെറിയ ചെറിയ തൈകൾ നട്ടു തുടങ്ങി. അത് കാലക്രമേണ വളർന്ന് 5 ഏക്കർ ഭൂമിയിലെ ഒരു വനമായി മാറി. അങ്ങനെ പൂർവിക ഭവനമായ കൊല്ലയേക്കൽ വളപ്പിലെ 5 ഏക്കർ തരിശുഭൂമി ഹരിതാപമായ ഒരു ആവാസ വ്യവസ്ഥയായി. നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അതിനെ സംരക്ഷിക്കണം. അത് പറയുന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ, പക്ഷേ നമ്മൾ പറയുന്ന എല്ലാം അത് മനസ്സിലാക്കും. ഒരു ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളരി വടലും ഇതൊക്കെ വെച്ചാൽ തന്നെ കുറേ കളിപ്പൂ പൂത്ത് കഴിയും. അന്നേരം നമ്മൾ പറയും, ഓ എത്ര ആളുകൊണ്ട് കളിപ്പൂ പൂക്കുന്നു, ഇനി ഇത് വെട്ടിപ്പറിച്ച് കളയാം. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമ്മൾ ദിവസവും ചെന്ന് അതിനെ ഒന്ന് നോക്കി, അതിൻ്റെ ഇലയിലൊന്ന് നോക്കി, അതേ പുഴുണ്ടോ അതുണ്ടോ എന്നൊക്കെ നോക്കി, ഇങ്ങനെ ചെവിടുമൊക്കെ നോക്കി നോക്കുമ്പം അതിനത് മനസ്സിലാവും. ഹിമാലയൻ ചെമ്പകം വരെ ഇവിടെ പൂത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കനാൽ വന്നു. ഈ അപ്പുറത്തെ ആ റോഡ് തോടായിരുന്നു, അപ്പുറത്ത് തോടുണ്ടായിരുന്നു. ഈ നീരൊഴുക്കുകളെല്ലാം നിർത്തി. ഈ കനാലിൽ വെള്ളം ഒഴുകുന്നു, അതുമില്ല. അത് കൊതുക് കുത്തുക. അത് കാരണം ഈ പെയ്യുന്ന വെള്ളം ഈ കുഴിമണിൽ തന്നെ താരണം. താരുമ്പം വേരളിയുക. അങ്ങനെയാണ് ഒത്തിരി കാര്യങ്ങൾ പോയത്. പ്രകൃതിയിൽ ഒന്നും കളയല്ല എന്നതാണ് പരിസ്ഥിതിയെ സംബന്ധിച്ച് ഈ അമ്മയുടെ ടാഗ്ലൈൻ. ഭൂമിയെ അമ്മയായി സങ്കല്പിച്ചിടപെട്ടാൽ അതിന് ഫലമുണ്ടാകുമെന്ന് ദേവകി അമ്മ പറയുന്നു. നമുക്ക് ഈ മണ്ണിലെ ഒരു പുല്ല് മണ്ണിൽ കിളിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയതാണ്. നമ്മളറിയാൻ വയ്യാത്തതിനെ കളയായിട്ട് നല്ലതെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് തന്നെ വെട്ടിപ്പറിച്ചത് മാത്രം കളഞ്ഞു. അവസാനം അതുവരെ ആയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിദേവി തന്നിരിക്കുന്ന ഒരു ഒരു ആവശ്യമുള്ളതാണ്. നമുക്കതിൻ്റെ ഉപയോഗം അറിയുന്നില്ല. അറിയാത്തതുകൊണ്ട് നമ്മൾ ആയിട്ട് മാറ്റുന്നു. വ്യക്തമായ ലക്ഷ്യമോ പദ്ധതിയോ ഇല്ലാതെയാണ് ദേവികമ്മ
ആദ്യ തൈ നട്ടത്. അങ്ങനെ വളർന്ന ചെടികൾ അവർക്ക് ഒരു പുതിയ ലക്ഷ്യം നൽകി. ദിവസവും ഓരോ തൈ നടുക എന്നത് ജീവിതചര്യയായി. അമ്മയ്ക്ക് ഈ കാർ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പം ഓണാട്ടുകരയിലെ കൃഷി ഏകദേശം നിൽക്കാൻ തുടങ്ങി. കുറേ വയലുകൾ ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അമ്മയാണ് കൃഷിയുടെ മേൽനോട്ടം എല്ലാം നടത്തിയിരുന്നത്. അപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അമ്മ തന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുര്യാലയുടെ അടുത്ത് 3 വർഷം അമ്മ കിടപ്പായിരുന്നു. അങ്ങനെ ആയിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങിയപ്പം ഇവരൊക്കെ അറിയാമല്ലോ, ചുമ്മാതിരിക്കത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വഴക്ക് പറയും, എന്താ അമ്മേ ഇത്, അമ്മ അടങ്ങിയിരിക്കും, കാല് വയ്യാത്ത എല്ലൊടിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോഴും അത്. അപ്പോൾ അങ്ങനെ അമ്മ ഓരോന്ന് കിട്ടുന്നതൊക്കെ അവിടോട്ട് നടും, ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ട് വെള്ളം ഒഴിക്കും. അങ്ങനെ ആയപ്പോഴത്തേക്ക് എല്ലാവരും അമ്മയുടെ കയ്യിൽ വിത്തോ തയ്യോ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. ഒരു പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങുകയും അന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യുന്നതല്ല ദേവകി അമ്മയുടെ പ്രകൃതിയുമൊത്തുള്ള ഇടപെടലുകൾ. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സഞ്ചരിക്കുന്നു. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ അന്ന് ബിടെക് കഴിഞ്ഞാൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടീച്ചറായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ കയറാം. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ 7 വർഷം ഉണ്ടായിരുന്നു. 1 വർഷം PWDയിൽ പാലക്കാട്ട് തന്നെ. പിന്നെ ഞാൻ എൻ്റെ കോളേജ് CET തന്നെ എത്തി. അപ്പം ഞാൻ പാലക്കാട്ട് ജോലി കിട്ടിപ്പോയ ഇടയ്ക്കാണ് അമ്മയ്ക്ക് ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യം അമ്മ പറഞ്ഞല്ലോ അത് വരുന്നത്. അപ്പോൾ ഈ പറമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആക്ടിവിറ്റി, എള്ള്, നെല്ല്, 2 പൂവ് നെല്ലെന്നാണ് പറയുന്നത്, കച്ചി വിരിക്കാൻ, കറ്റ കൊണ്ട് വെക്കാൻ, മെതിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വീടിനോടനുബന്ധിച്ചുള്ള പുരയിടമാണിത്. ഈ പറമ്പിൽ മാവ്, പ്ലാവ്, കുറേ തെങ്ങെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വലിയ കാട്ടുമരങ്ങളൊക്കെ അതിരിലേക്കേ ഉള്ളൂ പുറമ്പുരയിടങ്ങളിലുമൊക്കെ. ഈ സ്ഥലത്ത് ഇടവിള കൃഷി, ആ കൃഷിയുടെ രീതി കാച്ചിൽ, ചേമ്പ്, ചീനി, നമുക്ക് വേണ്ട ഇഞ്ചി, മഞ്ഞൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നെല്ലോ എള്ളോ കൊയ്ത്തും മെതിയും വരുമ്പോഴേക്കും കറക്റ്റ് നമുക്കിതെല്ലാം പറിച്ചെടുക്കുന്നതായിരിക്കും സമയം. ദേവകി അമ്മയുടെ മൂത്ത മകളും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം മുൻ HOD-യുമായ പ്രൊഫസർ തങ്കമണി ടീച്ചറും മറ്റു മക്കളും ഈ ചിന്തയുടെ പിന്മുറക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടിയ സ്റ്റാഫ് റൂമിൻ്റെ ഒരു നടുമുറ്റം ഉള്ളതായിരുന്നു. അപ്പം വീട്ടിലെ ഇവിടുത്തെ 8-കെട്ടിൻ്റെ ഓർമ്മ തുളസിത്തറ വെച്ചു. അമ്മ ഓരോരോ തൈകൾ ഇവിടുത്തെ പണ്ടത്തെ പാരിജാതം, പവിഴമല്ലി, ഗന്ധരാജൻ, അശോകം ഇതൊക്കെ ഇങ്ങനെ കവറിലാക്കി തരും, കൊണ്ട് നടും. അങ്ങനെ അവിടുന്ന് നട്ട് അമ്മ കുര്യാലയുടെ അടുത്തുനിന്ന് ഇവിടെ നട്ട് ഇങ്ങനെ കാടാ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടുത്തെ ആ നടുമുറ്റത്തിൽ നട്ട് വെളിയിലോട്ട് കൊണ്ടുപോയി. അവിടെയും നല്ല ഒരു ജൈവ വൈവിധ്യം, ഒത്തിരി മരങ്ങളും ചെടികളും ഒക്കെയായി. അങ്ങനായി കുറേ നാൾ കഴിഞ്ഞപ്പം ഞങ്ങൾ ക്യാമ്പസിലെ ട്രീസിനെയൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് ക്യാമ്പസ് ട്രീസ് എന്നും പറഞ്ഞ് ഫ്രണ്ട്സ് ഓഫ് ട്രീസിനെ വിളിച്ചു വരുത്തിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യിച്ചത്. ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് 2002 ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ് കോളേജിന് കിട്ടി. 2002 അത് അവാർഡ് കിട്ടി. അമ്മയ്ക്കിവിടെ ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ് ഇൻഡിവിജ്വൽ കാറ്റഗറി കിട്ടുന്നത്, കോളേജിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറി, ഞാനാണ് ആ വർക്കെല്ലാം ചെയ്യുന്നത്. അത് കിട്ടുന്നത് 2003. പക്ഷേ ഈ 2002 2003 കൂടെ അവാർഡ് ഡൽഹിയിൽ 2005 തരുന്നത്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഒന്നിച്ച് ഡൽഹി പോയി ഈ അവാർഡ് മേടിക്കാൻ പറ്റി. അപ്പോൾ അവർക്ക് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു, നാഷണൽ അവാർഡ് അമ്മയും മോളും മേടിക്കുന്നു. അപ്പോൾ ഞാനത് പറയുന്നത്, അമ്മ തന്നയച്ച തൈകൾ കൊണ്ട് തുടങ്ങിയതിനെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അത് വാങ്ങണം എന്ന് ദൈവനിശ്ചയമായിരുന്നിരിക്കാം. പിന്നെ പച്ചപ്പിൻ്റെ വേരുകൾ 3ാം തലമുറയിലേക്ക് കടന്നു. ബോട്ടണി വിഭാഗത്തിൽ ഗവേഷണം നടത്തുന്ന കൊച്ചുമകൾ ശരണ്യാണ് കുടുംബത്തിലെ 3ാം തലമുറയിലെ പ്രകൃതി ബന്ധത്തിലെ കണ്ണി. ആലപ്പുഴ ജില്ലയിലാണ് ആകെപ്പാടെ ഒരു സ്വന്തമായി നാച്ചുറലായിട്ടൊരു ഫോറസ്റ്റ് കവർ ഇല്ലാത്തൊരു ജില്ല ആലപ്പുഴയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 4.5 ഏക്കർ വരുന്ന സ്ഥലത്ത് മുത്തശ്ശി പൂർണ്ണമായും തരിശായി കിടന്നെടുത്ത് സ്വാഭാവിക വനമെന്ന നിലയിലേക്ക് ഇത്രയും വൈവിധ്യമാർന്ന ചെടികൾ കൊണ്ടുവരുന്നത്. കുഞ്ഞിലെയൊക്കെ ഇതിനിടയിൽ ഓടി നടന്ന് വളർന്നു എന്നതിനപ്പുറം അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ചെടികൾ വളരുന്നു, പൂക്കുന്നു, അതിൻ്റെ ഒരു സന്തോഷം അത്രയധികമായി എൻജോയ് ചെയ്യപ്പെട്ടു. പക്ഷേ പിന്നീട് നമ്മൾ വളർന്നു വന്നതിനനുസരിച്ച് അതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ അത്രയും അധികം നമ്മൾ പഠിക്കുന്നുമുണ്ട്. അതിൻ്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും എത്രത്തോളം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റൽ മണ്ണിൽ ഇത്രയും ചെടികളെ, വൈവിധ്യമാർന്ന ചെടികളെ വളർത്തിയെടുക്കുന്നതിൽ അമ്മൂമ്മയുടെ ആ ഒരു പ്രയത്നം മനസ്സിലാക്കിയത്. പിന്നീടാണ് അതുകൊണ്ടുണ്ടായ ഒരു അനുഗ്രഹം, ശുദ്ധവായു, ആ ഒരു തണുപ്പ്, പുതിയ ചിത്രശലഭങ്ങൾ, പുതിയ കിളികൾ, അങ്ങനെ
ഞാൻ പറയുന്നില്ലേ ഞാൻ 3ാമത്തെ തലമുറയിലുള്ള ആളാണ്, 4ാമത്തെ തലമുറയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം അതിൻ്റെ പ്രാധാന്യം എന്നതിനേക്കാൾ അതിൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് ഞങ്ങൾ ആ കാര്യത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നത്. കൊച്ചുമകൾ ഈ വിഷയം തിരഞ്ഞെടുത്തതിലും അവിചാരിതമായി പ്രകൃതിയുടെ ഒരു ഇടപെടൽ. ഈ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് ചമ്മികിരണി എന്നാണ്. നമ്മുടെ ആത്തപ്പഴമൊക്കെ അറിയത്തില്ലേ, സീതാഫലം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അമ്മൂമ്മ ഇവിടെ ഓരോ ചെടികളും മരങ്ങളും ഒക്കെ ഓരോ തൈകളും കൊണ്ടുവച്ചിരുന്ന സമയത്ത് അതിന് ഇന്ന ഗുണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഇന്ന ഫലം കിട്ടും എന്നുള്ളതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല അമ്മൂമ്മ നട്ടേക്കുന്നത്. അമ്മൂമ്മയ്ക്ക് എന്തും ഒരു ഇത് തോന്നിയ കയ്യിൽ കിട്ടിയത് കൊണ്ട് നട്ടു, അങ്ങനെ ഒരിതാണ്. അപ്പം ഇവിടെ വന്ന ഒരു പ്രധാനമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചെടികൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയില്ലായിരുന്നു. കാരണം കൈ കിട്ടിയതല്ല, അമ്മൂമ്മ പറയുന്ന പോലെ കയ്യിൽ എന്ത് കിട്ടി അതെല്ലാം ഞാൻ എൻ്റെ പുരയിടത്ത് കൊണ്ട് നട്ടു. അത് കഴിഞ്ഞ് ഞാൻ BSc MSc ബോട്ടണിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ PhD ബോട്ടണിയിൽ തന്നെയാണ്. ഈ ചെടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു മേഖലയിൽ തന്നെയാണ് PhD ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ചെടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് കുറേ അധ്യാപകരുടെയും ശാസ്ത്രജ്ഞരുടെയും സഹായം കിട്ടി തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയും ഇത് ഇന്നതായി വരും, ഒന്ന് അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കൂ. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ചെടികൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നു. നമുക്ക് ചില വിഷയങ്ങൾ പഠിക്കാനൊരു സന്തോഷം തോന്നുമല്ലോ. അങ്ങനെ ഞാൻ ബോട്ടണി എടുത്തതാണ്. അങ്ങനെ ആലപ്പുഴ SD കോളേജിൽ ഞാൻ BScക്ക് ചേർന്നു. സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുമ്പം ഇപ്പം അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ ബോട്ടണി മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അതിൽ തന്നെ കുറേ മേഖലകളുണ്ട്. അതിലിഷ്ടം വന്നത് ഈ പറഞ്ഞ ടാക്സോണമി എന്നൊരു മേഖലയോടാണ്. അത് ഈ ശാസ്ത്രീയ നാമവും ചെടികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ ഉള്ളൊരു മേഖലയാണ്. MSc പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരാഗ്രഹം വന്നു, റിസർച്ച് ചെയ്യണം, ആ ഒരു മേഖലയിൽ തന്നെ കൂടുതൽ അറിവുണ്ടാക്കണം. വനങ്ങളില്ലാത്ത ആലപ്പുഴ ജില്ലയിലെ സ്വാഭാവിക വനം, വനഭംഗി ആസ്വദിക്കാൻ പേടി കൂടാതെ എത്തുവാൻ കഴിയുന്ന ഒരിടം. തപോവനം ഒരു പൂർവിക സമ്പത്തായി മാറുകയാണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൽ ഓപ്ഷൻ വാല്യൂ. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടാണ് ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്, ഇതെല്ലാം കളയുക. ഒരുപക്ഷെ ഇതിലായിരിക്കും ഇപ്പോഴത്തെ പുതിയ എത്രയൊക്കെയോ അസുഖങ്ങളാണ് മനുഷ്യന് വരുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രകൃതി തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പറിച്ച് കളയെന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേണ്ടാത്ത പാഴ്മരമെന്ന് പറയുന്നതിലായിരിക്കും. ഇനി വരുന്ന ജനറേഷനായിരിക്കും ഒരുപക്ഷെ ഇതിൽ നിന്നുള്ള ഔഷധമൂല്യം കണ്ടുപിടിക്കുന്നത്. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നശിപ്പിച്ചാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതിൽ നിന്നുമുള്ള അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ പോലും നമ്മൾ നഷ്ടപ്പെടുത്തുക. അതാണ് ഓപ്ഷൻ വാല്യൂ. സോ എല്ലാം വേണം, വേണ്ടാത്തതായിട്ടൊന്നും നമുക്ക് ഭൂമിദേവി തന്നിട്ടില്ല. പച്ചപ്പുമൊത്തുള്ള യാത്രക്കിടയിൽ നിരവധി പുരസ്കാരങ്ങൾ ദേവകിയമ്മയെ തേടിയെത്തി. നാരീശക്തി പുരസ്കാർ, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര അവാർഡ്, സ്വദേശി സയൻസ് പ്രസ്ഥാനത്തിൻ്റെ ഭൂമിത്ര പുരസ്കാരം, സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ഹരിതവ്യക്തി പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ. ഒടുവിൽ ഇപ്പോൾ പത്മശ്രീ പുരസ്കാരവും. പിന്നെ ഇതും എന്നെ തേടി വന്നപ്പം ഞാൻ ചെയ്ത പ്രവർത്തിക്ക് എനിക്ക് ഭൂമിദേവി തന്ന അംഗീകാരം ആണിത്. ഇതൊന്നും നമ്മുടെ വലിപ്പമല്ല, ഈശ്വരാനുഗ്രഹം. പിന്നെ ഞങ്ങളുടെ ഈ വെച്ചാരാധന അവരാണ് എല്ലാത്തിനും കാരണം. ചെയ്തതിനൊരു ഫലം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം എന്ന് പറഞ്ഞാലൊക്കത്തില്ല, അത് വാക്കുകളില്ല പറയാൻ അതിനെപ്പറ്റി. തപോവനത്തിൽ ഇന്ന് ഔഷധസസ്യങ്ങൾ കൂടാതെ അത്തി, ഞാവൽ, പ്ലാവ്, മാവ തുടങ്ങി കമണ്ടലു വരെ നിരവധി വൃക്ഷങ്ങൾ. അതൊരു ദൈവിക വൃക്ഷമാണ്. സന്യാസിമാർ വെള്ളം കുടിക്കാനും ഒക്കെ അതിൻ്റെ കായാണ് വൃത്തിയാക്കുന്നത്. പിന്നെ അതിൻ്റെ കമ്പ് കണ്ടോ, എല്ലാത്തിനും കമ്പുണ്ട്, അവരിങ്ങനെ കൈ വെക്കാൻ എടുക്കുന്നത് അതാണ്. അതൊരു പുണ്യവൃക്ഷമാണ്. വനത്തിൻ്റെ നടുവിലുള്ള ചെറിയ കുളത്തിൽ മത്സ്യങ്ങളുണ്ട്. വിവിധതരം പക്ഷികളും പൂമ്പാറ്റകളും ചേർന്ന് തപോവനം ഇപ്പോൾ ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയായി പ്രവർത്തിക്കുന്നു. ഈ വനം സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു അനൗപചാരിക പഠനസ്ഥലമാണ്. സസ്യജാലങ്ങളെയും പക്ഷികളെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥകളെയും പഠിക്കാൻ സന്ദർശകർ ഇവിടെ എത്തുന്നു. എല്ലാവരും കുറഞ്ഞത് ഒരു മരമെങ്കിലും നടുകയും അതിനെ പരിപാലിക്കുകയും വേണമെന്ന ലളിതമായ സന്ദേശം മാത്രമാണ് ദേവകിയമ്മ നൽകാറ്. പഠിക്കുന്ന നഴ്സറി പിള്ളേർ തൊട്ട് ഗവേഷണം ചെയ്യുന്നവർ വരെ എല്ലാ തുറയിലെ ഡോക്ടർമാരും എല്ലാ തുറയിലെ ആൾക്കാരും, പിന്നെ പിള്ളേർക്ക് പഠനകേന്ദ്രമായിട്ട് സ്കൂളുകളിൽ നിന്ന് അങ്ങനെ എല്ലാ
തുറയുന്നും ഉള്ള ആൾക്കാരെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ദിവസത്തെ ക്യാമ്പ് പോലെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പലതും അതൊക്കെ ഇപ്പോൾ പിള്ളേർക്കൊരു സ്റ്റഡി കേന്ദ്രം, അത് പിന്നെ വനംവകുപ്പ് തന്നെ പറഞ്ഞത്. അപ്പോൾ സ്കൂളുകാർക്കും കൊണ്ടുവരുന്നവർക്ക് ഇത് കാടെന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കാൻ പേടിയില്ലാതെ കാണിക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്നാൽ അറിയാം, എൻ്റെ അടിക്കാടെല്ലാം തെളിച്ചാട്ടേക്കുന്നത് പശുവെള്ളമുണ്ട്, പോച്ച ഒക്കെ പറിച്ച്. അപ്പോൾ കാടെന്ന് പറഞ്ഞ് പിള്ളേരെ പേടിക്കാതെ കൊണ്ടു നടന്ന് കാണിക്കാനുള്ള ഒരു സ്ഥലം. ഭാവി തലമുറയ്ക്ക് വേണ്ടി അമൂല്യമായൊരു സമ്പത്ത് ദേവകി അമ്മയുടെ ജീവിതത്തിൻ്റെ സമർപ്പണം. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.